വണ്ടിക്കാളകൾ എന്ന നോവലിൻ്റെ രണ്ടാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അതിൽ വരുന്ന കഥാപാത്രങ്ങളാണ് ഡോക്ടർ സാദിഖ് അലി, സൂര്യനാരായണ റാവുവിൻ്റെ ധർമ്മപത്നി കാമേശ്വരി, അതുപോലെ തന്നെ ബാറിൽ മദ്യം ഒഴിച്ചു കൊടുക്കുന്ന ആർതർ ലോബോ എന്ന ഗോവക്കാരനും. കാമേശ്വരിയുടെ ക്യാരക്ടർ ശരിക്കും പറഞ്ഞാൽ ഭർത്താവിൻ്റെ ഇച്ഛകൾക്ക് മാത്രം പ്രവർത്തിക്കുന്ന ഒരു സ്ത്രീയായിട്ടാണ്. ഭർത്താവിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളിൽ ഒരുപാട് ശ്രദ്ധ വെച്ച് പുലർത്തുന്നവർ സൗന്ദര്യമുള്ള സ്ത്രീകളിൽ അസൂയാലുവും ആയിരുന്നു. പ്രശസ്തനായ തൻ്റെ ഭർത്താവിനെ ആരെങ്കിലും വലവീശി പിടിക്കുമെന്ന് കാമേശ്വരി ഭയന്നിരുന്നു. ഒരേ മേശക്കരികിൽ ഇരുന്ന് ഉണ്ണുമെങ്കിലും ഒരു ഭാര്യയുടെ കടമകൾ നിർവഹിക്കാൻ കാമേശ്വരി തയ്യാറായിരുന്നില്ല. ഒരു മകനെ ഡോക്ടർക്ക് കൊടുത്ത കാമാക്ഷി പാതിവൃത്യത്തിലും പാചകത്തിലും മാത്രമാണ് ശ്രദ്ധിച്ചത്. ഉച്ചയൂണിന് ശേഷം വിശ്രമിക്കുമ്പോൾ കാമേശ്വരി തൻ്റെ മുഖംമൂടികൾ അഴിച്ചുവെച്ചു. അവർ കരഞ്ഞു. മൂക്കു പിഴിഞ്ഞ് തേങ്ങിക്കരഞ്ഞു. മുരടനായ ഭർത്താവ്, ഇമെയിൽ അയച്ച് കടമ നിർവഹിക്കുന്ന പുത്രൻ, ധനശേഷി തനിക്ക് എന്താണ് പ്രദാനം ചെയ്തത്? ആരും ഇല്ലെന്ന ഒരു തോന്നൽ മാത്രം. ഭർത്താവ് സംഗീതപ്രിയനാണ്. പക്ഷെ പാട്ടുകച്ചേരികൾക്ക് തന്നെ കൊണ്ടുപോയിട്ട് വർഷങ്ങളേറെ കഴിഞ്ഞു. ഒരിക്കൽ ഷൺമുഖാനന്ദ ഹാളിൽ നടന്ന ഒരു കച്ചേരിക്ക് മനമില്ലാ മനസ്സോടെ തന്നെ കൂട്ടിക്കൊണ്ടുപോയി. അവിടെ വെച്ച് താൻ ഉറങ്ങിപ്പോയി. അക്ഷന്തവ്യമാണോ തൻ്റെ അപരാധം? സിനിമയ്ക്ക് പോവാമെന്ന് പറയുമ്പോൾ കൂട്ടുകാരികളോടൊപ്പം പോവാമല്ലോ എന്നാണ് അദ്ദേഹം പറയാറുള്ളത്. കൂട്ടുകാരികളോടൊത്ത് സിനിമയ്ക്ക് പോവാനാണോ താൻ മിസ്സിസ് സൂര്യനാരായണ റാവു ആയത്? തന്നോട് തന്നെ സംസാരിക്കുന്ന ഒരു ശീലം കാമേശ്വരിക്കുണ്ടായിരുന്നു. വേലക്കാരികൾ ആ സംസാരം കേട്ട് ചിരിയടക്കുവാൻ പ്രയത്നിക്കാറുമുണ്ട്. കുബേരപത്നിയായ യജമാനത്തിക്ക് മറ്റൊരു ദുശീലവും ഉണ്ടാവാത്തതിൽ അവർക്ക് മതിപ്പു തോന്നി. അതുപോലെ തന്നെ ഡോക്ടർ സൂര്യനാരായണ റാവുവിൻ്റെ ആശുപത്രി ശരിക്കും ഭൂമിയുടെയും പരലോകത്തിൻ്റെയും ഇടയിൽ നിൽക്കുന്ന ഒരു വിചിത്ര ഗ്രഹമായി പരിശോഭിച്ചു. ആശുപത്രിയെ സ്വാധീനിക്കുന്ന രാഷ്ട്രീയ നേതാക്കൾ പല മരണങ്ങളും അവിടെ തങ്ങളുടെ സ്വാധീനം ഉപയോഗിച്ച് നടത്തുകയുണ്ടായി. തങ്ങൾക്കിഷ്ടമില്ലാത്തവരെ കൊല ചെയ്യുന്ന രീതി അടിയന്തരാവസ്ഥ കാലത്ത് നിലനിന്നിരുന്നു. അതിനിടയിൽ ആദർശധീരനായ ഒരു പോരാളിയായി സൂര്യനാരായണ റാവു ശോഭിച്ചു. ഒന്നിനും തന്നെ ഒരു സ്വാധീന ശക്തിക്കും സൂര്യനാരായണ റാവു അടിയറ വെച്ചിരുന്നില്ല. ആകെയുണ്ടായിരുന്ന ഒരു ദുശീലം ദിവസവും ബാറിലെത്തി 2 പെഗ് വിസ്കി കഴിക്കുക എന്നതായിരുന്നു. ബാറിൽ വിസ്കി ഒഴിച്ചു തരുന്ന ആർതർ ലോബോയോട് 54 വയസ്സിലും വിടാത്ത തൻ്റെ യൗവനത്തിൻ്റെ ചോരത്തിളപ്പിനെക്കുറിച്ച് സംസാരിക്കുകയാണ്. ആർതർ ലോബോ ഡോക്ടർ സാദിഖ് അലിയെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതവും അനസൂയാബായിയുമായുള്ള പ്രണയവും കണ്ടു പഠിക്കൂ എന്ന് ഉപദേശിക്കുന്ന രീതിയിൽ ആർതർ ലോബോ സൂര്യനാരായണ റാവുവിനോട് സംസാരിക്കുന്നു. ഡോക്ടർ സാദിഖ് അലിയുടെ സൗന്ദര്യ രഹസ്യം ചിലപ്പോൾ കുടുംബജീവിതത്തിനൊപ്പം തന്നെ അനസൂയാബായിയുമായുള്ള പ്രണയം കൊണ്ടു നടക്കുന്നതായിരിക്കും എന്ന് ആർതർ ലോബോ സൂര്യനാരായണ റാവുവിനോട് പറയുന്നു. അങ്ങനെ 55-ാം വയസ്സിൽ ഒരു കാമുകി എന്ന സങ്കല്പം സൂര്യനാരായണ റാവുവിൽ ഉദിക്കുകയാണ്. സാദിഖ് അലിയും അനസൂയാബായിയെ മനസ്സിലേറ്റിയ റാവു നേരെ പോയത് മോഹിനിയുടെ വീട്ടിലേക്കാണ്.